Hi, dear students. Welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my 23rd video on programming in Java. In this video, we will discuss about the else if ladder in programming language Java. Else if ladder is another form of if statement, and it is usually used when multi-path decisions are involved in the program. And the if-else if ladder statement executes one condition from the multiple statements. So we can check the general syntax of if-else if ladder. The general syntax is if condition 1 statement 1. That means if condition 1 is true, then the statement 1 will be executed, and if the condition 1 is false, then the condition 2 will be executed. If the condition 2 is true, then the statement 2 will be executed. Then if the condition 2 is false, then the condition 3 will be executed. If it is true, then the statement 3 will be executed, and we can add n number of conditions like this. Else, that ഈ else എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് എഴുതിയ ഇഫിൻ്റെ എൽസ് ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. So the else part is the default statement, that is if all the conditions are false, then the else part will be executed and the normal sequential order will be followed. So here is a flowchart for if else if ladder, that is first നമ്മൾ കണ്ടീഷനിൽ എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്തതിന് ശേഷം ടെസ്റ്റ് കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ട്രൂ, ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബാക്കി കണ്ടീഷൻസ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, നേരെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലോട്ട് കൺട്രോളർ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫോൾസ്, ദെൻ ദ കണ്ടീഷൻ 2 വിൽ ബി എക്സിക്യൂട്ടഡ്. ഇനി ട്രൂ ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ 2 ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കൺട്രോളർ നേരെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇഫ് കണ്ടീഷൻ 2 ഇസ് ഫോൾസ്, ദെൻ കണ്ടീഷൻ 3 വിൽ ബി എക്സിക്യൂട്ടഡ്. കണ്ടീഷൻ 3 ട്രൂ ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 3 എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ വിൽ ബി ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. If the condition 3 is false, then the next condition will be executed. Likewise, we can add n number of conditions. And if all the conditions, that is n conditions, are false, then the default statement will be executed. Even after executing the default statement, the control will be transferred to statement X. ഇതാണ് working of if-else if ladder. So here is an example to explain the if-else if ladder statement, that is ഒരു ക്ലാസ് എഴുതി, that is public class example 1. Okay, EG1 എന്ന് പറയുന്നത് it is a class name. Then public static void main string variable, it is a main function. Then int mark is equal to 65 means മാർക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുവാണ് 65 എന്ന് പറഞ്ഞിട്ട്. ദെൻ നമ്മൾ ഇഫ് എൽസ് ഇഫ് ലാഡർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇഫ് മാർക്ക് ലെസ് ദാൻ 50, ദെൻ നമ്മൾ എന്ത് പ്രിൻറ്റ് ചെയ്യണം? പ്രിൻ്റ് ഔട്ട് ഫെയിൽ ആണെന്ന് പ്രിൻറ്റ് ചെയ്യണം. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, ദാറ്റ് ഈസ് എൽസ് ഇഫ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആൻഡ് മാർക്ക് ലെസ് ദാൻ 60 ആണെങ്കിൽ ഡി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. ഇനി ആ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്ത് നോക്കണം, ദാറ്റ് ഈസ് മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആൻഡ് മാർക്സ് ലെസ് ദാൻ 60 ആണോ എന്ന്. ആ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ സി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ആ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷനിലോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഇനി മാർക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആൻഡ് മാർക്സ് ലെസ് ദാൻ 80 ആണെന്നുണ്ടെങ്കിൽ ബി ഗ്രേഡ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അല്ലാന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദാറ്റ് കണ്ടീഷൻ ഇസ് ഫോൾസ്, ദെൻ ദ കൺട്രോൾ വിൽ ബി ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് കണ്ടീഷൻ, ദാറ്റ് ഈസ്
marks greater than or equal to 80 and marks less than 90. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത് എ ഗ്രേഡ് എന്നായിരിക്കും. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ control will be transferred to the next condition, that is marks greater than or equal to 90 and marks less than 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്നത് എ പ്ലസ് ഗ്രേഡ് എന്നായിരിക്കും. ഓക്കെ, ഇനി ഈ കണ്ടീഷൻസ് എല്ലാം ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇൻവാലിഡ് എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ ഇതൊരു if else if ladderൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഐ വിൽ ബി ഗിവിങ് എ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസേഴ്സ് എൻ്റെ മെയിൽ ഐ ഡിയിലോട്ട് ഫോർവേഡ് ചെയ്യുക. So an assignment question connected with this topic is write a program to find the smallest of 3 numbers using if else if ladder. Okay, so write the question and answers in the notebook and forward the pictures to my mail ID given to you. Thank you.